അപ്പൊ ദുന്യാവ് വേണ്ട എന്നല്ല, മറിച്ച് ദുന്യാവിന്റെ ആസ്വാദനത്തിൽ മുഴുകി ആഖിറത്തെ മറന്ന് പ്രവർത്തിക്കുന്നവരാകരുത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ഒരിക്കൽ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹുൽപ്പെട്ട ചില ആളുകൾ തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി വിവാഹം കഴിക്കുന്നില്ല. കാരണം വിവാഹം കഴിക്കുക എന്നതുകൊണ്ട് ഭാര്യയുമായിട്ടുള്ള ബന്ധം കുടുംബ ബന്ധമാവുകയാണ്, മക്കൾ വരികയാണ്, പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും. ഭാര്യയോടുള്ള കടമകൾ ശ്രദ്ധിക്കണം, മക്കളോടുള്ള കടമകൾ ശ്രദ്ധിക്കണം, മാതാപിതാക്കളോടുള്ള കടമകൾ ശ്രദ്ധിക്കണം, സഹോദരങ്ങളോടുള്ള കടമകൾ ശ്രദ്ധിക്കണം. ആ മക്കളുടെ പരമ്പരകൾ എത്ര നീണ്ടുപോകുന്നു, അവരോടൊക്കെ ബന്ധങ്ങളുണ്ട്, കടപ്പാടുകളുണ്ട്, അതെല്ലാം ശ്രദ്ധിക്കേണ്ടി വരും. അപ്പൊ വിവാഹം കഴിക്കാതിരുന്നാൽ ആ ഒരു വാതിലേ അടഞ്ഞു. എല്ലാ ദിവസവും പകല് നോമ്പ് പിടിക്കുക, രാത്രി നിസ്കരിക്കുക, ഫുള്ള് നിസ്കാരം. അങ്ങനെ അങ്ങ് പോയാലോ? അതാകുമ്പോ അള്ളാഹുവിന് വലിയ ഇഷ്ടമായിരിക്കും. കാരണം ഇനി നമുക്ക് ആയുസ് വളരെ കുറവാ. ഈ കുറഞ്ഞ ആയുസ്സിൽ നല്ലതുപോലെ ഈ രീതിയിൽ പിടിച്ചാലേ മുൻഗാമികൾ ചെയ്തെടുത്തേക്ക് എത്തൂ എന്ന് തീരുമാനിച്ച് ചില സ്വഹാബത്ത് അങ്ങനെ തീരുമാനമെടുത്തു. വിവാഹം കഴിക്കുന്നില്ല, അതിലൂടെ സന്താനങ്ങളെ ഇനി ഉദ്ദേശിക്കുന്നില്ല, ഇങ്ങനെ തന്നെ ജീവിച്ചു പോവാം. എല്ലാ ദിവസവും നോമ്പ്, എല്ലാ ദിവസവും രാത്രി ഫുള്ള് നിസ്കാരം. അങ്ങനെ ആകുമ്പോൾ ഒരുപാട് ശ്രേഷ്ഠത കിട്ടുമല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് അറിഞ്ഞു, അവരെ വിളിച്ചു. പ്രവാചകർ പറഞ്ഞു, നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുക്കുന്നതായി ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഒരിക്കലും പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അങ്ങനെ ദുനിയാവ് പാടേ ഉപേക്ഷിച്ചിട്ടല്ല നിങ്ങൾ ആഖിറം സമ്പാദിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സർവ്വതും സൃഷ്ടിച്ചത്, അല്ലേ? ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ ഭൂമിയിലുള്ള സകല വസ്തുക്കളും മനുഷ്യന് വേണ്ടിയിട്ടാണ്. പക്ഷെ അതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ നമുക്ക് അൽഹംദുലില്ലാഹ് റാഹത്തായി ജീവിച്ചു പോകാം. വേണ്ടതുപോലെ ഉപയോഗിക്കണം. എല്ലാം ഓവറായി കഴിഞ്ഞാൽ പിന്നീട് പ്രയാസമാണ്, വളരെ ഞെരുക്കമാണ്, ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഭക്ഷണങ്ങൾ തീന്മേശയിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ പലർക്കും പലതും എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. ചിന്തിച്ചു നോക്ക്, ചിലർക്ക് അള്ളാഹു നൽകിയതാകുന്ന അനുഗ്രഹങ്ങൾക്ക് അവർ വേണ്ട വിധത്തിൽ അവരുടെ ശരീരത്തെ ക്രമപ്പെടുത്താതെ വന്നപ്പോൾ പലവിധ രോഗങ്ങൾക്കും അടിമപ്പെട്ടു പോയി. ചിലർക്ക് ഷുഗറാണ്, അയാൾക്ക് കൂട്ടാൻ മേല, ഇന്നതെടുത്തു കൊടുക്കുമ്പോൾ പറയുന്നു അത് വേണ്ട. ചിലർക്ക് മട്ടൺ എടുത്തു കൊടുക്കുമ്പോൾ പറയും എനിക്കത് പറ്റത്തില്ല, എനിക്കത് പറ്റൂല ഉസ്താദേ, എനിക്ക് കൊളസ്ട്രോൾ ഉണ്ട്. ചില സാധനം എടുത്തു കൊടുക്കുമ്പോൾ പറയും അതില് ഉപ്പിൻ്റെതാകുന്ന അംശം അല്പം കൂടുതലാണ്, എനിക്ക് പ്രഷർ വിഷയമാണ്. ചുരുക്കി പറഞ്ഞാൽ ഒന്നും കഴിക്കാൻ മേല, എനിക്ക് തടി അല്പം കൂടുതലുണ്ട്, അതുകൊണ്ട് ഞാനിട്ടിപ്പോ ഡയറ്റിലാണ്, അരിയാഹാരം പാടില്ല. ഒരു തീന്മേശയിൽ പോയിരിക്കുമ്പോ ഏറ്റവും ചുരുങ്ങിയതൊരു 4 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞുണ്ടാവും. അതിൽ 2 പേരെങ്കിലും രോഗികളായിരിക്കും, ഉറപ്പാണ്. ഇന്നത്തെ അവസ്ഥ അതാണ്. ഏത് സദസ്സിലും പോയി നോക്കൂ, പൂർണ്ണ ആരോഗ്യത്തോടുകൂടി ആയിരിക്കുന്ന ഭക്ഷണം എല്ലാം കഴിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ഇന്നത്തെ ചെറുപ്പക്കാര് പോലും ഇല്ല എന്നുള്ളത് വസ്തുതയാണ്. ചെറുപ്പക്കാരായ ആളുകൾക്ക് പോലും രോഗമാണ്, ഷുഗർ ബാധിച്ചിരിക്കുക, ഇൻസുലിൻ എടുക്കുന്നുണ്ടെന്നാ പറയുന്നത്. 40 വയസ്സ് പോലും ആയിട്ടില്ല. എന്തുകൊണ്ട്? ഈ അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത് മുമ്പ് ഇത് കഴിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ ഓവറായി കഴിച്ച് കിഡ്നി കേടായി, ഫെയിലായി, ഇപ്പൊ പ്രയാസമായി. 40 വയസ്സെത്തുന്നതിന് മുമ്പ് തന്നെ രോഗാതുരമായ അവസ്ഥയായി. ആദ്യം ഡോക്ടറെ കാണിച്ചു, ഹോമിയോ കഴിച്ചു, പിന്നെ അത് മാറ്റി ഇംഗ്ലീഷായി. ഇപ്പൊ ഇംഗ്ലീഷിന്റെ തന്നെ രാവിലെ വൈകിട്ടും ഗുളികയോടൊപ്പം തന്നെ ഇൻസുലിൻ എടുക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. അത് തന്നെ 30, 40, 50 വെച്ചൊക്കെ രാവിലെ വൈകിട്ടും എടുക്കുന്ന ആളുകൾ എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. അള്ളാഹു പരിപൂർണ ശിഫാ നൽകട്ടെ. അത് കൂടി പിന്നീട് അവസാനം അവർക്ക് വലിയ വിപത്തായി വന്നു. അവസാനം 2 കിഡ്നിയും ട്രബിളായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വരെ നമ്മുടെ മഹല്ലത്തിലുണ്ട്. അള്ളാഹു പരിപൂർണ ശിഫാ നൽകട്ടെ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം ഷുഗർ ഉള്ളവര്, പ്രത്യേകിച്ച് അവരുടെ കാലിന്റെ വിരലുകൾ ശ്രദ്ധിക്കണം. കാൽ വിരലുകളുടെ താഴ്ഭാഗത്ത് ചെറിയ മുറിവുണ്ടാകും, വ്രണമുണ്ടാകും. അവിടുന്ന് അത് പഴുത്ത് പിന്നീട് ഇങ്ങനെ കയറും, കാല് കറുത്ത് രക്തോട്ടം കുറഞ്ഞ്. എത്ര ആളുകളാണ് വിരല് മുറിച്ചു മാറ്റപ്പെട്ടു പോയിട്ടുള്ളത്? എത്ര ആളുകളാ കാൽപാദം മുറിച്ചു മാറ്റേണ്ടി വന്നിട്ടുള്ളത്? എത്ര ആളുകളാ വീണ്ടും ആ രക്തോട്ടം കുറഞ്ഞിട്ട് മുട്ടുവരെ മുറിച്ചു മാറ്റിയവർ? അള്ളാഹു നമ്മളെ എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും സലാമത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു പോകുന്നത് സഹോദരങ്ങൾ, ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിപ്പെട്ടു. എന്താ കാരണം? എല്ലാം ഉണ്ട്, പക്ഷെ എടുത്ത് കഴിക്കാൻ പറ്റുന്നില്ല. എത്ര പണക്കാരുണ്ട് അങ്ങനെ?
നമുക്കിടയിൽ തന്നെ എത്രയോ ധനികരായ ആളുകളുണ്ട്. ഈ നാട്ടിൽ തന്നെ അറിയപ്പെട്ട വലിയ ധനികരായ ആളുകൾക്ക് പോലും അവർ വിഭവസമൃദ്ധമായ ആഹാരങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ വിളമ്പി വെച്ചിട്ട് അതിൽ നിന്ന് ഒരു സാധനം എടുത്ത് കഴിക്കാൻ അവർക്ക് പറ്റുന്നില്ല. ചിന്തിക്കണം നമ്മൾ. അതിസമ്പന്നനായ ഒരു വലിയൊരു വ്യക്തി, അദ്ദേഹത്തെ ഞാൻ നേരിൽ കണ്ടു. അദ്ദേഹം സൽക്കരിക്കുന്നുണ്ട്, പക്ഷേ സൽക്കരിക്കുമ്പോ ഒരല്പം പോലും വെള്ളം കുടിക്കുന്നില്ല. എന്ത് പറ്റി ആചാര്യ? അദ്ദേഹം പറയുന്നു, എനിക്ക് കഴിക്കാൻ പറ്റൂല. ഗ്ലാസ് ഇങ്ങനെ എടുത്തു തന്നു. ഇത് മെഡിക്കൽ അവിടുന്ന് ഹോസ്പിറ്റലിൽ തന്നിരിക്കുന്ന ഒരു ഗ്ലാസ് ആണെന്ന് പറഞ്ഞ് ഒരു കുപ്പി കാണിച്ചു തരാണ്. എന്നിട്ട് പറഞ്ഞു, ഇതിൽ നിന്ന് ഈ ഒരളവ്, ഇത്ര മില്ലി, ഇത്ര എനിക്ക് ഒരു ദിവസം കുടിക്കാൻ പറ്റുള്ളൂ. 1/2 ഗ്ലാസ് വെള്ളം അത് കുടിക്കാൻ പറ്റും ഒരു ദിവസം മൊത്തത്തിൽ. ചിന്തിക്കണം നമ്മൾ. ഇത്ര എനിക്ക് കുടിക്കാൻ പറ്റുള്ളൂ പറയാൻ. അദ്ദേഹം പറയാം, ഈ ഒരു 1/2 ഗ്ലാസ് വെള്ളം കുടിക്കാനുള്ളതാകുന്ന അവസരം ഒറ്റയടിക്കല്ല, അത് തന്നെ 3-4 സമയമുണ്ട്. ആ സമയത്തെ കുടിക്കാവുള്ളൂ. ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആഴ്ചയിൽ 3-4 വട്ടമൊക്കെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ അവസ്ഥയാണിത്. അള്ളാഹു സലാമത്ത് നൽകുമാറാവട്ടെ. ഇപ്പൊ നല്ല ആരോഗ്യമുണ്ട്. ചെറുപ്പക്കാരെ നല്ലതുപോലെ വെള്ളം കുടിക്കാൻ. 20 കിലോ തൂക്കമുള്ള ഒരു വ്യക്തി 1 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 40 കിലോ ശരീരഭാഗമുള്ളതാകുന്ന സഹോദര സഹോദരിമാർ 2 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 60 കിലോ ഭാരമുള്ളവർ തീർച്ചയായും 3 ലിറ്റർ വെള്ളമെങ്കിലും ചുരുങ്ങിയത് കുടിച്ചിരിക്കണം. എങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവും. 80 കിലോ, അതിന് മുകളിലോട്ട് വളരെ കുറവായിരിക്കും. 80 കിലോ ഉള്ളവർ 4 ലിറ്റർ വെള്ളം കുടിച്ചിരിക്കണം. 4എങ്കിലും ഒരു 3എങ്കിലും കുടിക്കണം. മടിക്കണ്ട അതിന്. രാവിലെ തന്നെ എഴുന്നേറ്റ് വെറും വയറ്റിൽ തന്നെ ഒരു 3-4 ഗ്ലാസ് വെള്ളം കുടിക്കും. അള്ളാഹു നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഏറ്റവും വിലപ്പെട്ടതാ ആ നിഅമത്ത് നമ്മൾ മറക്കാൻ പാടില്ല. പലരും അതിൽ അശ്രദ്ധരാണ്. എന്തിനാ പഠിക്കുന്നത്? ഇപ്പൊ നമുക്ക് അള്ളാഹു വെള്ളം നൽകിയിട്ടുണ്ട്. ഒരുപാട് സമ്പൽ സമൃദ്ധമായി അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഇഷ്ടം പോലെയുണ്ട്. അവനവന്റെ വീട്ടിൽ തന്നെയുണ്ട്. അത് കിണറിൽ നിന്ന് മോട്ടർ വെച്ച് നമ്മൾ ടാങ്കിൽ വെച്ചിരിക്കുക. അത് പൈപ്പിലെടുത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ആറ്റിയിട്ടോ അല്ലാതെയും ഒക്കെ ആയിട്ട് കുടിക്കും. നല്ല റാഹത്തായിട്ട് വീട്ടിൽ വെള്ളം, മക്കൾക്കൊക്കെ നിർബന്ധമായി വെള്ളം കുടിപ്പിക്കണം. ഇല്ലെങ്കിൽ ഈ 2 കിഡ്നിയും നശിച്ചു പോകും, തകരാറിലായി പോകും. വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടു. കഴിക്കുന്ന ആഹാരമൊക്കെ കൃത്യമായി ദഹനം നടക്കണ്ടേ? നമ്മളിതെല്ലാം മടിച്ചു വെച്ച് അവസാനം പിടിച്ചു വെച്ച് ഈ സമ്പാദ്യം മുഴുവൻ ഒരു കൂട്ടി അവസാനം ഇതൊന്നും അനുഭവിക്കാൻ പറ്റാതെ മരണപ്പെട്ടു പോവാൻ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഈ സദസ്സിലുള്ള എല്ലാ മോമിനിയങ്ങളോടും ഓർമ്മപ്പെടുത്താൻ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോടും ഒക്കെ, കാരണം പ്രായഭേദമന്യേ രോഗം വല്ലാതെ വ്യാപിക്കുന്ന കാലഘട്ടമാണ്. നല്ലതുപോലെ വെള്ളം കുടിക്കാൻ, നല്ല വെള്ളം കുടിക്കാൻ. അപ്പോ തന്നെ നല്ല റാഹത്തുണ്ടാവും ശരീരത്തിന്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ വലിയ മനുഷ്യൻ അദ്ദേഹം പറയുന്നു, എനിക്കൊരു ദിവസം ഇത്ര വെള്ളമേ കുടിക്കാൻ പറ്റുള്ളൂ. അത് തന്നെ 3 നേരമായിട്ട് ഡിവൈഡ് ചെയ്ത് തന്നിരിക്കുന്നു. അദ്ദേഹം പറയാണ്, ആ സമയം എത്തുമ്പോഴുള്ള എന്റെ ഒരു മാനസിക വിഭ്രാന്തിയുണ്ട് ഉസ്താദെ, പറഞ്ഞാൽ പറ്റൂല. എന്ന് പറഞ്ഞാൽ വെള്ളം കൊണ്ട് കുടിക്കുമ്പോൾ പെട്ടെന്ന് കുടിക്കാം. ആ അളവിൽ ഭാര്യ എടുത്തു കൊടുക്കും, ഒറ്റ വലിക്ക് കുടിക്കാൻ. ബിസ്മി ചൊല്ലിയില്ലെന്ന് എനിക്കറിയില്ല. അത്ര പ്രയാസപ്പെട്ടാണ് ഞാനത് കുടിക്കൽ. അദ്ദേഹം പറയാം. കാരണം എന്താ, ഒരല്പം വെള്ളം ആ സമയത്ത് മാത്രമേ ഉള്ളൂ. ദാഹിച്ച് പരവശനാകുകയാണ്. എന്താണ് മഹശറ, ഒന്ന് ചിന്തിക്കാൻ. അതൊക്കെ തിരിയണമെങ്കിൽ ഈ രോഗമൊക്കെ വന്നാലേ മനസ്സിലാവുള്ളൂ. അള്ളാഹു നമുക്ക് പരിപൂർണമായ സലാമത്ത് നൽകുമാറാവും. ആ കറക്റ്റ് സമയത്ത് പിള്ളേർ വെള്ളം കൊണ്ടുപോകും. ഇന്ന് എന്തായാലും ആ കുപ്പി മുഴുവൻ കാലിയോ, ഉറപ്പ്. ഇത്രയും ദിവസം കുടിച്ചിട്ടില്ല. ഇന്നിപ്പോ എല്ലാരും ആ കുപ്പി കാലിയാക്കും. മിക്കതാതൊക്കെ കിട്ടാൻ കാത്തിരിക്കും. അള്ളാഹു നമ്മളെ സാലിഹീങ്ങളെ ചേർക്കുമാറാവട്ടെ. ഇന്നിപ്പോ വെള്ളം ഇനി തികയോ എന്നുള്ളതാണ് എല്ലാവർക്കും ഉണ്ടല്ലോ അല്ലെ. ഇന്നത് സ്പോൺസർ ചെയ്താരാണ്? മൻസൂർ. ഇന്നിപ്പോ ഒരാൾ മദീന. അള്ളാഹു ബറക്കത്ത് ചൊരിയുമാറാവട്ടെ. അള്ളാഹു ബറക്കത്ത് ചൊരിയട്ടെ. അവരുടെ ബിസിനസ്സിൽ അള്ളാഹു സന്തോഷം നൽകട്ടെ. എല്ലാ ദിവസവും ഇത് സ്പോൺസർ ചെയ്ത് ഇത് കൃത്യമായി എത്തിക്കുന്ന, അത് വിതരണം ചെയ്യുന്ന നമ്മുടെ മക്കൾക്കും കുടിക്കുന്നവർക്കും ഒക്കെ അള്ളാഹു സിഹത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. പരമാവധി നമ്മുടെ വീടുകളിൽ തന്നെ വെള്ളം നമ്മൾ കുടിക്കുക തന്നെ ശ്രദ്ധിക്കണം. യാത്രയിലും മറ്റുമൊക്കെ വേളയിലേ നമ്മൾ കുപ്പിവെള്ളം ആശ്രയിക്കാൻ പാടുള്ളൂ. എപ്പോഴും ശ്രദ്ധിക്കുകയും വേണം. കാരണം വെള്ളമൊക്കെ വളരെയേറെ കൃത്രിമത്തിൽ നടക്കുന്ന കാലഘട്ടമാണ്.
ദിവസങ്ങളോളം മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ പാക്ക് ചെയ്ത് വെക്കപ്പെടുന്ന വെള്ളങ്ങളൊക്കെ വിൽക്കപ്പെടുന്നുണ്ട്. വളരെ ശ്രദ്ധിക്കാം. അള്ളാഹു നമ്മുടെ ശരീരത്തെ ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആഫിയത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ ആരോഗ്യം നമ്മൾ നിലനിർത്തണം. കുടിക്കാൻ പറ്റുന്ന സാഹചര്യത്തിൽ കുടിക്കാതിരുന്നപ്പോ പിന്നീട് എന്ത് സംഭവിച്ചു? വെള്ളം തീരെ കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അള്ളാഹു എത്തിക്കുകയാണ്. അള്ളാഹു നമുക്ക് ആഫിയത്ത് നൽകട്ടെ. ഒരു വ്യക്തി വന്നുകൊണ്ട് നബിയോട് ചോദിച്ചല്ലോ, അള്ളാഹുവിന്റെ റസൂലെ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ്? ഇവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ശ്രദ്ധിക്കണം. سئل لرسول الله صلى الله عليه وسلم أي دعاء أفضل يا رسول الله. നബിയേ നബിയേ ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ് റസൂലേ? ഒന്ന് പറഞ്ഞു നൽകുമോ ഹബീബേ? فقال رسول الله صلى الله عليه وسلم നബിന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അത്രേ, സലിൽ അഫ്വ വൽ ആഫിയ. നീ നിന്റെ ശരീരത്തിന്റെ സുഖവും സൗഖ്യവും ചോദിക്കണേ. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അതാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു മുഅ്മിനായ മനുഷ്യന് ഏറ്റവും വേണ്ടതായ ഒന്നാണ് എന്ത്? ആരോഗ്യം. നല്ല ആരോഗ്യം വേണം, എന്നാലല്ലേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പള്ളിയിൽ തന്നെ എത്ര ആളുകളുണ്ട് നിസ്കരിക്കാൻ വരുന്നവരൊക്കെ ഒരു 35% കസേരക്കാരായി മാറി. എന്തുകൊണ്ടാ? ആരോഗ്യം ക്ഷയിച്ചു പോയി. നമ്മൾ പോലും അറിയുന്നില്ല. കസേരകളുടെ എണ്ണം വർദ്ധിക്കാൻ പള്ളിക്കകത്തൊക്കെ കസേരയായി മാറി. ആരോഗ്യം കുറഞ്ഞു പോയി. എന്നാൽ കസേര ഇടുന്നതിന് മുമ്പ് തന്നെ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ, എന്ന് പറഞ്ഞാൽ അത്തഹിയ്യാത്തിൽ ഇരുന്ന് നിസ്കരിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ നിസ്കരിക്കണം. വേഗം തന്നെ കസേരയിലോട്ട് വരികയല്ല വേണ്ടത്, അത് ശ്രദ്ധിക്കണം. കസേര നിസ്കരിക്കാൻ പറ്റുന്നത് ആരാണ് എന്നുള്ളത് ഓരോ കസേര നിസ്കാരക്കാരും അതാത് മഹല്ലിലെ ഖാദിമാരോട് ചോദിക്കണം. എന്റെ അവസ്ഥ ഇന്നതാ, എന്റെ ശരീരത്തിന് ഇന്ന ഇന്ന പ്രയാസങ്ങളുണ്ട്, ഇന്ന സമയങ്ങളിൽ എനിക്ക് ഇന്ന ഭാഗത്തോട്ട് തിരിയാൻ പറ്റുന്നില്ല, കുനിയാൻ പറ്റുന്നില്ല, അതാണ് എന്റെ പ്രശ്നം, ഞാൻ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? അങ്ങനെയാണ്. അല്ലാതെ എല്ലാവർക്കും എന്തല്ല കസേര നിസ്കാരം ഫർളല്ല, അത് മനസ്സിലാക്കണം. കസേരക്കാർ എണ്ണം കൂടിയിരിക്കും, അതും പറയാതിരിക്കാൻ പറ്റൂലല്ലോ. ചിലർ അതിനെപ്പറ്റി അറിവില്ലാത്തവരുണ്ട്, അതുകൊണ്ടാണ് ഇത് ഉണർത്തുന്നത് കേട്ടോ. ശരിക്കും ശ്രദ്ധിക്കണം, നല്ലതുപോലെ അറിയണം. അതിനാ ഞാൻ പറഞ്ഞത്, ഓരോരുത്തരും അവരവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചിട്ടാണ് നിസ്കാരം നിലനിർത്തേണ്ടത്. നിൽക്കാൻ കഴിയാത്തവൻ ഇരിക്കണം. ഇരിക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കണം എന്നാ പറഞ്ഞത്? അയാൾ പതുക്കെ എന്ത് ചെയ്യണം? അത്തഹിയ്യാത്തിൽ ഇരിക്കുന്നത് പോലെയുള്ള ഇരുത്തം ഇരിക്കണം, നേരെ കസേരയിൽ പോയി ഇരിക്കാനല്ല. അത് തന്നെ എപ്പോഴാ? ആദ്യം തന്നെ വന്നിരിക്കല്ല, പിന്നെന്താ? അയാൾക്ക് ഇരിക്കുന്നതിന് അത്തഹിയ്യാത്തിൽ ഇരിക്കാൻ മുട്ടുമടക്കാൻ ബുദ്ധിമുട്ടാണ്, പ്രയാസകരമാണ്. അയാളുടെ മുട്ട് വളയ്ക്കാൻ പറ്റുന്നില്ല, അത്തഹിയ്യാത്തിൽ ഇരിക്കൽ ബുദ്ധിമുട്ടാണ്. ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിലാണ് കസേരയിലേക്ക് ആ സമയത്ത് അദ്ദേഹം ഇരിക്കേണ്ടത്. സുജൂദിലേക്ക് പോകുമ്പോൾ വന്നിരിക്കണം. ഇത് ചില ആളുകൾ എന്താ ചെയ്യുന്നത്? വീട്ടിൽ നിന്നും നടന്നിങ്ങനെ വരിക, നടന്നാ വന്നത്, കാറെ ഓടിച്ചു വന്നത്, ഇവിടെ വന്ന് നല്ല റാഹത്തായിട്ട് നടന്ന് ഒതു കൊടുത്ത് കയറിയിട്ട് അകത്തോട്ട് ഒരു കസേര ഇട്ടിട്ട് അതൊക്കെ കയറിയിരിക്കും. ആ പരിപാടി പറ്റത്തില്ല, ആ നിസ്കാരം നടക്കത്തില്ല. അത് ഉടായിപ്പാണ്, തട്ടിക്കൂട്ട് പരിപാടി, അത് നടക്കത്തില്ല. അത് വളരെ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. അതിനാ ഞാൻ ഒറ്റയടിക്ക് പറഞ്ഞത് എന്ത്? ഓരോരുത്തരും അവരവരുടെ ആരോഗ്യസ്ഥിതി എന്താണ്, എവിടെയാണ് വിഷയം, എങ്ങനെ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്, അത് അതാത് മഹല്ലിലെ ഖാദിമാരോട് ചോദിച്ച്, സാറേ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അതുകൊണ്ട് എനിക്ക് കസേര നിസ്കരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് അവരുടെ അനുവാദം വാങ്ങിയതിന് ശേഷമല്ലാതെ കസേര ഇട്ട് നിസ്കരിക്കരുത്. അത് നിസ്കാരം ഇടങ്ങേറായി പോകും. ഉള്ള നിസ്കാരത്തിന്റെ കൂലി കൂടെ പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആള് കൂലിക്ക് ആളെ പിടിച്ച് ചാച്ച് നിർത്തിയിട്ട് നിസ്കരിച്ച സ്വഹാബത്ത് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. തൂണിൽ ചരിഞ്ഞ് നിന്ന് നിസ്കരിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ട്, കയ്യിലൊരു മുറിവ് വന്നപ്പോഴേ കസേര ഇടുക, അങ്ങനത്തെ അവസ്ഥയാകരുത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അതിനോടൊപ്പം തന്നെ വേറൊരു കാര്യം കൂടി പറയുന്നു. ചിലര് ശ്രദ്ധിക്കാത്തൊരു വിഷയമാണ്, ഒരാൾക്ക് മുറിവ് പറ്റിയത് എവിടെയാ? കാലിലാണ് മുറിവ് പറ്റിയത്. ഒളൂവിന്റെ അവയവത്തിൽ തന്നെ വിരലിൽ മുറിവ് പറ്റി. അയാൾ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നിസ്കരിക്കണമെങ്കിൽ
വേഗം നിസ്കരിച്ചാൽ മതി. തയമ്മും ചെയ്യണം. തയമ്മും എപ്പോഴാണ് ചെയ്യേണ്ടത്? ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് അദ്ദേഹം വുളൂഉം തയമ്മും ചെയ്യേണ്ടത്. മനസ്സിലാക്കണം, നേരത്തെ അല്ല. അതൊന്നും ചിലർ ശ്രദ്ധിക്കാത്ത വിഷയമാണ്. ഞാൻ സാന്ദർഭികമായി ഉണർത്താണ്. ഓൺലൈനിലും ആളുകൾ ഉള്ളതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. കാരണം തയമ്മുമിന്റെ നിബന്ധനയിൽപ്പെട്ടതാണ് എന്ത്? ദുഹൂലുൽ വഖത്ത്, സമയം പ്രവേശിക്കണം. സമയമായതിനു ശേഷമേ തയമ്മും ചെയ്യാൻ പറ്റുള്ളൂ. തയമ്മും നേരത്തെ ചെയ്തിരിക്കാൻ പറ്റൂല. ചിലര് വുളൂ എടുത്ത് തയമ്മും ചെയ്തതിന് ശേഷം വരികയാണ്. ഉദാഹരണം, മഗ്രിബ് നിസ്കരിക്കാൻ പോകണം. ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് അയാൾ വീട്ടിൽ നിന്ന് ഈ മുറിവിനുള്ള തയമ്മും ചെയ്തിട്ട് വരാൻ പറ്റൂല. കാരണം എന്ത്? ബാങ്ക് വിളിച്ചതിന് ശേഷമേ തയമ്മുമിന്റെ സമയം ആരംഭിക്കുകയുള്ളൂ. മനസ്സിലാക്കണം. മാത്രമല്ല, തയമ്മും എന്ന് പറയുന്ന വസ്തു എവിടെയാ ചെയ്യേണ്ടത്? ചിലര് മുറിവ് പറ്റുന്നതിനകത്തിട്ട് മണ്ണിട്ട് തടയുന്നതാണ്. അത് തെറ്റാണ്. അതൊക്കെ ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും അറിയാത്ത കുറെ ആളുകളുണ്ട്. ഇതൊക്കെ മദ്രസയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. അന്ന് ബുദ്ധിയും ബോധമില്ലാത്ത സമയമാണ്. എന്തോരൊക്കെ പഠിച്ചിട്ട് പോയി. ജീവിതത്തിൽ വരുമ്പോഴാണ് പിന്നെ ഇത് പ്രാക്ടിക്കൽ ആക്കേണ്ടത്. ഇതൊന്നും ആരും ആലിമ്യങ്ങളോട് ചോദിക്കാറില്ല. അതുകൊണ്ടാണ് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞത്. നമ്മൾ മുറിവ് പറ്റുമ്പോൾ ഒന്നില്ലെങ്കിൽ നിസ്കരിക്കാതിരിക്കും. ഒന്നില്ലെങ്കിൽ സാധാരണക്കാർ ചെയ്യുന്ന പരിപാടി അതാ, തീരെ നിസ്കരിക്കൂല. കൈയൊടിഞ്ഞു, പിന്നെ അത് കഴിയട്ടെ, എല്ലാം കഴിയട്ടെ, എല്ലാം റെഡി ആയതിനു ശേഷം പിന്നെ നിസ്കരിക്കാം. എവിടെ നിസ്കരിക്കാം? ആ നിസ്കാരം പോയി. അത് ഖളാ വീട്ടിൽ പോലും ഇല്ല. ഈ നിസ്കാരം അതാത് സമയത്ത് ബുദ്ധിയും ബോധമുള്ള നിന്നെ സംബന്ധിച്ചിടത്തോളം കറക്റ്റായിട്ട് തയമ്മും ചെയ്ത് നിസ്കരിക്കണം. സമയം എത്തുമ്പോ ബാങ്ക് വിളിക്കുമ്പോ കറക്റ്റായിട്ട് നിസ്കരിച്ചിട്ടുണ്ടാവണം. തയമ്മും ചെയ്യേണ്ടത് കാലിൽ മുറിവ് പറ്റിയാലും തയമ്മും ചെയ്യേണ്ടത് 2 അവയവങ്ങളിലേ ഉള്ളൂ. മണ്ണിലടിക്കുന്നു, നിയ്യത്ത് ചെയ്ത് മുഖം തടവുന്നു, രണ്ടാമത് വീണ്ടും അടിക്കുന്നു, കുടയുന്നു, കൈ തടവുന്നു. വലത്തെ കൈയും ഇടത്തെ കൈയും. കയ്യിലാണ്, മുഖവും കയ്യിലുമാണ് എന്തുള്ളത്? തയമ്മും ഉള്ളത്. ചിലർ വെക്കാൻ അരലോട് മണ്ണിറക്കിയിട്ട് കാലതിനകത്ത് മുക്കി വെച്ചേക്ക് അരമണിക്കൂർ. അങ്ങനെയല്ല, മനസ്സിലായിക്കോ? ഇതൊക്കെ ഞാൻ സാന്ദർഭികമായി ഒന്ന് ഓടിച്ചു പറയാൻ. ഇതൊക്കെ ചോദിക്കണം നിങ്ങൾ. നമ്മുടെ മഹലിലെ ഖാദിമാരോടും ഉസ്താദുമാരോടും, നല്ല ഉസ്താദുമാരും ഇമാമികളും ഹത്തീബുമാരും മുദരിസുമാരും ഒക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ മഹല്ലത്തിലുണ്ട്. നമ്മൾ അവരോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണ്ടേ, അറിയണ്ടേ, വിവരങ്ങൾ അവരോട് ചോദിക്കണ്ടേ? നിങ്ങൾ ചോദിക്കാതെ എങ്ങനെ അവർ പറയും? അതുകൊണ്ട് ഈ മസലകളൊക്കെ നമ്മൾ ഈ നിസ്കരിക്കുന്ന നിസ്കാരവും അതുപോലെ തന്നെ ഇബാദത്തുകളും ഒക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്താൻ വേണ്ടി ഒന്ന് ഉണർത്തിയതാണ്, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി എല്ലാവരും ഒന്ന് ചോദിച്ച് മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല, ശരിക്കും ശ്രദ്ധിച്ചു. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ചുരുക്കത്തിൽ നമുക്ക് ആരോഗ്യം ക്ഷയിക്കപ്പെടും, പ്രയാസങ്ങൾ ഉണ്ടാകും, അത് ഉറപ്പാണ്. ആ സമയത്തൊക്കെ പടച്ച റബ്ബിനെ ഓർത്തുകൊണ്ട് നിലകൊള്ളണേ, നിലകൊള്ളണേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം മാ ഇന്ന മഫാത്തിഹു ലതനൂ ബിൽ ഉസ്ബതി ഉലിൽ ഖുവാ. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുകയും പടച്ചറബിനെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുകി രസിച്ച് രമിച്ച് കഴിഞ്ഞുകൂടിയതാകുന്ന ഒരു ജനവിഭാഗം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. മുസ്ലിമേ, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല പാഠം പഠിപ്പിക്കുകയും നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭൗതിക ലോകത്തിന്റെ ആഡംബരാസ്വാദനങ്ങൾ മുഴുകി ജീവിച്ച് അല്ലാഹുവിനെ ആരാധിക്കാതെ ഏകദൈവ വിശ്വാസത്തിന് വിരാധ സൃഷ്ടിച്ചുകൊണ്ട് ഈ ഭൗതികമാകുന്ന ലോകത്ത് ജീവിച്ചതായ വ്യക്തിയല്ലേ, സമ്പത്തിന്റെ വർണ്ണവലിപ്പം കൊണ്ട് ജീവിച്ച വ്യക്തിയല്ലേ ഖാറൂൻ ലഅനത്തുല്ലാഹി അലൈഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല മുൻഗാമികളെപ്പെട്ട അവനെ അല്ലാഹു നശിപ്പിച്ചതിന്റെ പോലെ പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പറയുകയാണ്. കാസർഗോഡ് പൂച്ചക്കാടുള്ള പ്രിയപ്പെട്ട മുസ്ലിമത്തെ പഠിച്ചു വെക്കണേ, പഠിച്ചു വെക്കണേ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇന്ന ഖാറൂന മിൻ ഖൗമി മൂസാ ഫബഗാ അലൈഹിം.
മൂസാ നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തിൽ പെട്ടതായിരുന്ന ഖാറൂൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളി മണിക്കൂറുകൾക്കുള്ളിൽ ഇട്ടിരിക്കുന്നതായ വസ്ത്രം അവൻ ചേഞ്ച് ചെയ്യുമായിരുന്നു. ഇട്ടിരിക്കുന്ന പാദരക്ഷകൾ, ചെരുപ്പുകൾ അവൻ ഇടയ്ക്കിടയ്ക്ക് ഊരുമായിരുന്നു. ഇന്ന് മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാരും സഹോദരിമാരും ആ രീതിയിലേക്ക് സമ്പന്നത കൊണ്ട് മൂടിയില്ലേ? എല്ലാ ദിവസവും പുതിയ പുതിയ വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. ആഴ്ചകളിൽ പുതിയ പുതിയ ചെരുപ്പുകൾ വാങ്ങുകയാണ്. എത്ര ജോഡി ചെരുപ്പാണെന്ന് അവന് തന്നെ അറിയാൻ വയ്യ. വീടിന്റെ വാതിക്കലുള്ള ചെരുപ്പ് വെക്കുന്നതാകുന്ന റാക്കിൽ പോലും എത്രയോ ചെരുപ്പുകളാണ് കെട്ടിക്കിടക്കുന്നത്. ആ ചെരുപ്പിൽ നിന്ന്, ആ റാക്കിൽ നിന്ന് ഒരു ചെരുപ്പ് പോലും അവൻ എടുക്കുകയോ അണിയുകയോ ചെയ്തിട്ട് വർഷങ്ങളായിട്ടുള്ളതാണ്. വീട് പണിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ പണിത് വെച്ചിരിക്കുന്ന ചെരുപ്പിന്റെ റാക്കിൽ നിന്ന് ഒരു ചെരുപ്പ് എടുക്കുകയോ അതിലേക്ക് വെക്കുകയോ ചെയ്യാത്ത വിധം അത് നിറഞ്ഞിരിക്കുകയാണ്. ചെരുപ്പുകളാൽ വലയം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഈ രീതിയിൽ എത്രയെത്ര ചെരുപ്പുകൾ തന്നെയാണ് മുസ്ലിമെ നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെ മാതാപിതാക്കൾ ധരിച്ചിരുന്ന ചെരുപ്പുകളോ ഒന്നോ രണ്ടോ ജോഡി മാത്രമാണ്. ഇന്ന് വീടിനകത്തളത്തിൽ ഒരു ചെരുപ്പാണ്, ടോയ്ലറ്റിനകത്ത് മറ്റൊരു ചെരുപ്പാണ്, പുറത്തിറങ്ങുമ്പോൾ ഇടാൻ വേണ്ടി പല രീതിക്കുള്ള ചെരുപ്പുകളും ഷൂകളുമാണ്. വീടിനകത്തളങ്ങൾ ഇട്ടുകൊണ്ട് നടക്കുന്ന ചെരുപ്പുകൾക്ക് പുറമെ എത്രയോ വിഭിന്നമാകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ചെരുപ്പുകൾ ധരിക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ, ഈ ആർഭാടകരമാകുന്ന ജീവിതമൊക്കെ അവസാനിക്കുമെന്നുള്ള ചിന്ത എന്തേ നിന്റെ മനസ്സിലില്ലാതെ പോയത്? മണിക്കൂറുകൾക്കുള്ളിൽ ഇട്ടിരുന്ന വസ്ത്രം ചേഞ്ച് ചെയ്യുകയും ഇട്ടിരിക്കുന്നതായ ചെരുപ്പുകൾ മാറ്റുകയും ചെയ്ത് സമൂഹത്തിന്റെ മുന്നിൽ അക്രമത്തോടുകൂടി ജീവിച്ചതായ മൂസാ നബിയെ കൊണ്ട് അവിശ്വസിച്ചതായ മൂസാ നബിയുടെ കാലക്കാരനാകുന്ന ഖാറൂൻ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുതലാളിയെ കുറിച്ച് അല്ലാഹു അവന്റെ സമ്പത്തിനെ കുറിച്ച് പറയുകയാണ്. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ ഉണ്ടായിരുന്നുവത്രേ ഖാറൂൻ എന്ന മുതലാളിക്കെന്ന് വിശുദ്ധമായ ഖുർആൻ. 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധികളല്ല, നിധി കുംഭാരങ്ങളുടെ താക്കോല് തന്നെ എത്ര ഒട്ടകം വഹിക്കും? 72 ഒട്ടകം വഹിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് അവന്റെ സമ്പത്തിന്റെ വലിപ്പം? 72 ഒട്ടകങ്ങളെ കൊണ്ട് ഇങ്ങനെ നിരത്തിയാല് അതിന്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് താക്കോല് കൊണ്ട് വെക്കാൻ തുടങ്ങാൻ 72 ഒട്ടകങ്ങൾ അവസാനം എടങ്ങേറായിട്ട് വലിച്ചുകൊണ്ട് പോകും. 72 ഒട്ടകം. ചിന്തിക്കണം. ഒരു വലിയ നമ്മളെതിരെ പോകുന്ന ലോറി കണ്ടിട്ടില്ലേ? നാഷണൽ പെർമിറ്റിന്റെ ലോറി വലിക്കുന്ന ഹെവി ലൈറ്റ് അരി വലിക്കും, ഒരു ഒട്ടകം വലിക്കും. അതിന് മുകളിലോട്ട് താക്കോലിട്ട് എത്ര എണ്ണം ഉണ്ട്? ഇവിടെ ആകെ 10 ലക്ഷം രൂപയുണ്ട്, അല്ലെങ്കിൽ 10 കോടിയുണ്ട് ഏറ്റവും ചുരുങ്ങിയത്. അത് ലോക്കറി വെച്ച് അതിന്റെ താക്കോല് കഴുത്തെ കെട്ടിയിട്ടാ ഇപ്പൊ അത് കേൾക്കുന്നത്. വലിയ സംഭവമായിട്ടിരിക്കുക, വലിയ കാശുകാരായിട്ട്. നമ്മളാണ് നാട്ടിലെ ഏറ്റവും വലിയ കാശുകാർ. എനിക്ക് ബെൻസ് ഉണ്ട്, എനിക്ക് പുതിയ ഞാൻ ഇന്നോവ ഹൈക്രോസ് ബുക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് ക്രെറ്റ ഉണ്ട്, ബ്രസ ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, ഇഷ്ടം പോലെ വണ്ടിയാണ്, ഓടിയുണ്ട്. അതൊക്കെ വെച്ചോണ്ടിരുന്ന് ഓടാൻ തുടങ്ങിക്കോ. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഇതിനേക്കാളൊക്കെ വലിയ സമ്പത്തുള്ള വ്യക്തിയെ കുറിച്ച് അല്ലാഹു പറയാം. അല്ലാഹ് കൊടുക്കാൻ തുടങ്ങിയതൊന്നും ഒരറ്റമില്ല. അതാ പറഞ്ഞത് 72 ഒട്ടകങ്ങൾക്ക് വഹിക്കാൻ മാത്രമുള്ള നിധി കുംഭാരങ്ങളുടെ, നിന്റെ കയ്യിലിരിക്കുന്ന പോലെ അല്പം സ്വർണമോ വെള്ളിയോ അല്ലെ കറൻസിയോ അല്ല, സ്വർണവും അതുപോലെ തന്നെ വൈഡൂര്യങ്ങളും മാണിക്യങ്ങളും ഒക്കെ നിറച്ചു വെച്ചിട്ടുള്ള നിധി കുംഭാരങ്ങളുടെ താക്കോൽ കൂട്ടം തന്നെ 72 ഒട്ടകങ്ങൾക്കുണ്ടായിരുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ എന്താണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ കണക്കാക്കാൻ പറ്റാത്തത്ര സമ്പത്ത് അല്ലാഹു കൊടുത്തിരുന്നു ഖാറൂനിന്. ലഅനത്തുല്ലാഹി അലൈഹി. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ദഅവത്ത് അവൻ സ്വീകരിച്ചില്ല. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവൻ അവിശ്വസിച്ചു, കാഫിറായി ജീവിച്ചു, അവിശ്വാസിയായി ജീവിച്ചു. അഹങ്കരിച്ചുകൊണ്ട് നടന്നു, കല്ലുകുടിച്ചുകൊണ്ട് നടന്നു, വ്യഭിചരിച്ചുകൊണ്ട് നടന്നു. നാട്ടിലുള്ള ഇസ്രായേലി മുസ്ലിം സ്ത്രീകളെ, സഹോദരിമാരെ വ്യഭിചാരത്തിന് വേണ്ടി നിർബന്ധിച്ചു, സ്വർണം കൊടുത്ത് വശീകരിച്ചു. ഇസ്രായേലുള്ള പാവപ്പെട്ടതാകുന്ന മുസ്ലിം പെൺകുട്ടികളുടെ കൈവശം നിങ്ങളുടെ സ്വർണ്ണ നാണയം കൊണ്ടുപോയി കൊടുക്കൂ എന്ന് പറഞ്ഞ് സ്വർണ്ണ നാണയം ഇല്ലാത്ത ചെറുപ്പക്കാരെ വിളിച്ച് സ്വർണ്ണ നാണയം വാരി വിതറി കൊടുത്ത് ഇഷ്ടമുള്ള സ്ത്രീകളുമായി നിങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ വേണ്ടി നാട്ടിലുള്ള നല്ലവരായ ചെറുപ്പക്കാരെ നിർബന്ധിച്ച് നാട്ടിൽ അരാജകത്വത്തിന് അവൻ തുടക്കം കുറിച്ചു.
എന്താ നാട്ടിലുള്ള ചെറുപ്പക്കാരെ വിളിച്ചട്ടെ, മാന്യമായി ജീവിക്കുന്ന ചെറുപ്പക്കാരൊക്കെ ഈ പൈസ കൊടുത്തിട്ട് പറയാൻ ഇവിടെ പോയി ഇഷ്ടമുള്ള പെണ്ണുങ്ങളുമായിട്ട് പോയി മോശമായ രീതിയിൽ നടന്നോളാൻ. എന്താണ് ലോകം? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവന്റേതാകുന്ന സമ്പത്തിന്റെ വർണ്ണവലിപ്പം കണ്ട് ആ നാട്ടിലുള്ള പാവപ്പെട്ട ജനങ്ങൾ വിളിച്ചു പറയുകയാണ്, യാ ലൈതലനാ യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ. ഈ ഖാറൂനിന് നൽകപ്പെട്ട പോലെയുള്ള ഒരു സമ്പത്ത് ഞങ്ങൾക്ക് നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, എത്ര നന്നായിരുന്നു എന്ന് നാട്ടിലുള്ളതാകുന്ന മക്കൾ പോലും വിളിച്ചു പറയുന്ന ഘട്ടത്തിലേക്ക് അവന്റേതാകുന്ന സമ്പത്ത് വലിയതാകുന്ന ഉയർച്ചയിലേക്ക് വന്നുവത്രേ. കാസർഗോഡുള്ള എത്രയോ കാഞ്ഞങ്ങാട് ദേശത്തുള്ള ധനികരെ കണ്ട് ഈ നാട്ടിലുള്ള എത്രയോ പാവങ്ങൾ തന്നെ അവരുടെ മനസ്സുകൊണ്ട് ആ രീതിയിൽ പറയാറുണ്ട്, അല്ലാഹുവേ പടച്ച റബ്ബേ, ഈ ഹാജിയാർക്ക് നൽകിയതാകുന്ന സമ്പത്തിന്റെ ഒരംശം എനിക്ക് നൽകിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു അല്ലാ. പറയാറില്ലേ? അങ്ങനെ പറയണം. അതിനു വേണ്ടിയിട്ടാണ് ചിലർ ഗരിമ വെച്ച് നടക്കുന്നതല്ലേ. 10 പേര് അങ്ങനെ പറയണം. അതിനാണ് നമുക്ക് ഏറ്റവും വലിയ അഭിമാനം. അങ്ങനെ ആയിപ്പോയി ജീവിതം. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്നാ ചിന്തിച്ചോ, ഈ സമ്പത്ത് കൂടുതൽ ഉണ്ടായിരുന്ന ഖാറൂൻ അള്ളാഹുവിനെ ധിക്കരിച്ചു, മുസ്ലിമായില്ല, കാഫിറായി, അവിശ്വാസിയായി, മൂസാ നബിയെ കൊണ്ട് മോശമാകുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു. നാട്ടിൽ അരാജകത്വം സൃഷ്ടിച്ചുകൊണ്ട് നടന്നപ്പോ ലഖസഫിനാ ബിഹി വബിദാരിഹിൽ അർളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കെട്ടിട സമുച്ചയങ്ങളെയും ഈ ഭൂമിയിലേക്ക് ആഴ്ത്തിക്കളഞ്ഞു എന്ന് വിശുദ്ധമായ ഖുർആൻ പരിപൂർണമായി നശിപ്പിച്ചു കളഞ്ഞു. അല്ലാഹു റബ്ബിനെ ആരാധിക്കാതെ ദുനിയാവിൽ അഹന്ത് വെച്ചുകൊണ്ട് നടന്നപ്പോ അവനെയും അവന്റെ കെട്ടിട സമുച്ചയങ്ങളെയും ഇല്ലാതാക്കി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, ബിൽഡിങ്ങുകളുടെ വലിപ്പത്തിലല്ല കാര്യം, നിന്റെ ഹൃദയത്തിൽ ഈമാനിന്റെ വലിപ്പത്തിലാണ് കാര്യം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ കണ്ടില്ലേ, സിറിയയിലും തുർക്കിയിലും ഒക്കെ എത്ര പാവങ്ങളാണ് സുബ്ഹാനല്ലാഹ് മരണപ്പെട്ടത്. 25,000-ഓളം ആളുകൾ മരണപ്പെട്ടു എന്ന് പത്രങ്ങൾ കൊടുക്കുന്നു. ഇതൊന്നും അല്ല, ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇപ്പോഴും രക്ഷാപ്രവർത്തനം വൈകിരിക്കാണ്. ലക്ഷക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്താനുള്ള രക്ഷാപ്രവർത്തനം വൈകാനുള്ള കാരണം എന്ത് അന്വേഷിക്കുമ്പോൾ മഞ്ഞാണ്. മഞ്ഞ് വീഴ്ച കാരണം വളരെ ബുദ്ധിമുട്ടും പ്രയാസവുമാണ്. കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിൽ ആളുകൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കാണ്. ഭൂകമ്പം വന്ന മഹാവിപത്തിന്റെ പേരിൽ ആ നാടിനെ അള്ളാഹു മാറ്റിമറിച്ചു. ചിന്തിക്കണം. എന്നാൽ ആ സമൂഹത്തിൽ ഒരുപാട് കാലമായി പല വിധത്തിലുള്ള പ്രയാസങ്ങൾ വരുന്നുണ്ട്. ഭൂകമ്പവും മറ്റുമൊക്കെ വരുമ്പോ ഏറ്റവും കൂടുതൽ ഭൂകമ്പം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നതും അത് ഉണ്ടാകുമ്പോൾ ഏതെല്ലാം രീതിയിൽ നിങ്ങൾ പെരുമാറണമെന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്നതാകുന്ന ഒരു രാജ്യം കൂടിയാണത്. അതുകൊണ്ടാണ് ആ നാട്ടുകാർക്ക് നമ്മളെപ്പോലെ ഒരു ഭയപ്പാടിന്റെ ഒരു അവസ്ഥാവിശേഷമില്ലാത്തത്. ഈമാനിന്റെ പ്രഭ കേന്ദ്രമായി കട്ട ഈമാനിന്റെ വക്താക്കളായി അവർ നിൽക്കുന്നത്. അല്ലെങ്കിൽ മകൻ താഴെ കിടക്കുമ്പോഴത്തേക്കും രക്തത്തിൽ വാർന്നൊലിച്ച് കിടക്കുമ്പോൾ ഒരു വാപ്പ കലിമ ഉച്ചരിക്കാൻ നിൽക്കുമോ? ഈ മകൻ ഷഹീദാവണം, അവൻ മരിക്കും ഉറപ്പാണ്, അവന് ഷഹീദിന്റെ കൂലി കിട്ടണമെന്ന അർത്ഥത്തിൽ വാപ്പ താഴേന്ന് ചൊല്ലിക്കൊടുക്കുന്നു. വാപ്പ ചൊല്ലിത്തരുന്നത് മകൻ നല്ല ഈമാനിക ആവശ്യത്തോട് ഏറ്റു ചൊല്ലുന്നു. അങ്ങനത്തെ ഒരു വാപ്പായ മകൻ എവിടെ കാണാൻ സാധിക്കും? ഒരു പക്ഷെ നമ്മൾ താഴേന്ന് പറഞ്ഞാൽ ഏറ്റി അല്ലണ്ടേ മകൻ മോളിന്ന്. എന്നെ ഇവിടുന്ന് രക്ഷപ്പെടുത്താൻ നോക്ക്, തന്താർ എവിടെ നിന്നും ലൈലാല് തല്ലി കളിക്കുന്നു എന്ന് ചോദിക്കും. അങ്ങനത്തെ മക്കളായി അല്ലാഹു നമ്മളെ കാക്കട്ടെ. മറ്റേത് മരണത്തിലേക്ക് പോകുമ്പോൾ എന്റെ മകൻ മരിക്കുമെന്ന ഉറപ്പ് നിശ്ചയദാർഢ്യത്തോട് ഷഹാദത്ത് കൊടുക്കുകയാണ്. അവരുടെ ഈമാനിന്റെ വലിപ്പാണത്. ഹദീസിൽ കാണാം, സിറിയ മറ്റുള്ള പ്രവിശ്യകളിലുള്ള ആളുകൾ ഇത്തരത്തിലുള്ള വിപത്തുകൾ വരുമ്പോ അല്ലാ എന്ന വാക്കല്ലാതെ അവരുടെ നാവിൽ വേറൊരു വാക്കുണ്ടാവുകയില്ല. ഹബീബായ റസൂലുള്ളാഹി. അതങ്ങനെ തന്നെയാണ്. നമ്മ ആ ഒരവസ്ഥയിലേക്ക് എത്തണം. നമ്മൾ മനസ്സിലാക്കണം എന്തൊക്കെ തീരുമാനങ്ങൾ ആ സഹോദരങ്ങളെ പടച്ചറപ്പിന്റെ ഭാഗത്ത് നടക്കുന്നത്. അതേ സ്ഥലത്ത് തന്നെ നമ്മൾ കണ്ടില്ലേ, ഗർഭിണിയായ ഒരു ഉമ്മ പ്രസവിച്ചു ഒരു കുഞ്ഞിനെ. ഇതേ വിപത്ത് നടക്കുന്നതിനിടയിൽ ആ ഉമ്മ മരണപ്പെട്ടു പോവുകയും ചെയ്തു. അള്ളാഹു അവിടുന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും ശുഹദാക്കളുടെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. എല്ലാവിധ വിപത്തുകളിൽ നിന്നും അള്ളാഹു സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.
നിങ്ങൾ കണ്ടില്ലേ, ഇവിടെ കണ്ണൂർ ജില്ലയിൽ ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച പ്രഭാഷണത്തിന് വേണ്ടി പോയിരുന്നു. മയ്യിലിനടുത്തുള്ള സ്ഥലത്ത് വറ്റാണ് പ്രഭാഷണം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു, ഉസ്താദ് ഇവിടുന്ന് 1 കിലോമീറ്റർ അപ്പുറമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്ന സംഭവം. കണ്ണൂർ ജില്ലയിലേതാകുന്ന ഒരു സഹോദരി, പൂർണ്ണ ഗർഭിണിയായ പെണ്ണ്, പ്രസവവേദന വന്നപ്പോ തന്നെ ഭർത്താവിനോട് പറയുന്നു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. ഭർത്താവ് വാഹനമെടുത്തു, രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു. പോകുമ്പോഴാണ് അവരുടെ പ്രിയപ്പെട്ടതാകുന്ന അച്ഛനും അമ്മയും മൂത്ത മകളും അമ്മയുടേതാകുന്ന അനുജത്തിയും വാഹനത്തിൽ അവരോടൊപ്പം തന്നെ പുറകിൽ അനുഗമിക്കുന്നു. പെട്രോളിന്റെ മണം പുറത്തേക്ക് വരുന്നതായിട്ട് അറിഞ്ഞ് പുറകിൽ നിന്ന് അച്ഛൻ പറയുന്നുണ്ട്, പ്രതീക്ഷനോട് മകനോട് പറയുന്നുണ്ട്, മോനെ എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ടല്ലോ, ഓയിൽ വല്ലതും ലീക്കാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഞാനത് മകനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ മകൻ പറഞ്ഞു, അച്ഛാ ഇവള് വല്ലാതെ വേദനിക്കുകയാണ്, പ്രസവ വേദന കൊണ്ട് പ്രയാസപ്പെടുകയാണ്, നമുക്ക് ഹോസ്പിറ്റലിൽ അടുത്തെത്താറായി, എന്നിട്ട് നോക്കാം എന്ന് പറഞ്ഞ് വാഹനം വളരെ സ്പീഡിൽ വിടുകയാണ്. നോക്കൂ നിങ്ങൾ, ഒരു കുഞ്ഞിനെ ജന്മം നൽകാൻ വേണ്ടി ഇരുന്നപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കുഞ്ഞിനെയും എടുത്തു, ആ തള്ളയും എടുത്തു, അവരുടെ ഭർത്താവിനെയും കൊണ്ടുപോയി. ആ കാറിൽ തന്നെ കത്തി അമർന്നു പോയി. റബ്ബിന്റെ വിധിയാണിത്, അലംഘനീയമായ വിധി. അല്ലാഹു ആ കുടുംബത്തിന് സമാധാനം നൽകുമാറാവട്ടെ, ഖൈറായ പകരക്കാരൻ അല്ലാഹു നസീബാക്കട്ടെ. നമ്മൾ ചിന്തിക്കണം, ഈ വിപത്ത് ഏത് സമുദായത്തിൽ വന്നാലും നമ്മൾ ചിന്തിക്കണം, ഒരു ഗർഭിണിയായ ഒരു അമ്മ പ്രസവിക്കാൻ പോകാൻ, ഒരു കുഞ്ഞിനെ ഈ ലോകത്തേക്ക് സമ്മാനിക്കാൻ പോവാൻ, അല്പനേരം കഴിഞ്ഞാൽ മണിക്കൂറുകൾക്കകം ഒരു കുഞ്ഞ് പുറത്തേക്ക് വരിക. ചിന്തിക്കണം, ആ കുഞ്ഞ് പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തി. 9 മാസവും 10 ദിവസമായി വേദന കൊണ്ട് പൊളയുന്ന സമയത്താണ് പോകുന്നത്. 2 മിനിറ്റ് കൂടി കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ വരെ എത്തി. 100 അടിയിൽ അടുത്തേ ഉള്ളൂ ഹോസ്പിറ്റലിലേക്ക്. അപ്പോഴാണ് വാഹനം തീപിടുത്തമുണ്ടാകും. നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒന്നും അല്ല സഹോദരങ്ങളെ ജീവിതം പോവുക. നമ്മൾ ചിന്തിക്കുന്നത് പലതുമാണ്. അവർക്ക് ഒരുപാട് ആശയുണ്ടായിരുന്നു, ഒരുപാട് ആഗ്രഹങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ കുഞ്ഞ് ജനിക്കുന്നതിന് ശേഷം ആ കുഞ്ഞിന് തൊട്ടുകൊടുക്കാനുള്ളതാകുന്ന അവരുടെ കയ്യിൽ ഒരുപക്ഷെ നല്ല തേൻ വരെ അവർ സ്വരൂപിച്ചിട്ടായിരിക്കാം അങ്ങോട്ട് പോയിട്ടുണ്ടാവുക. അങ്ങനെയല്ല, സാധാരണ ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ എല്ലാ സാധനങ്ങളും കൊണ്ടുപോകും, അതിനുള്ളതാകുന്ന തുണിത്തരങ്ങളും, ആ കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിനെ ആദ്യമായിട്ട് ഇടാനുള്ള വസ്ത്രങ്ങളും, അതിനുശേഷം ആ കുഞ്ഞിനെ കടത്താനുള്ള ബെഡും എന്ന് വേണ്ട എല്ലാം സജ്ജീകരിച്ചിട്ട് ആയിരിക്കാം അവർ നിലകൊണ്ടിട്ടുണ്ടാവുക. എല്ലാവരും അങ്ങനെയാണ്, ഒരു പ്രതീക്ഷയാണ്. പക്ഷെ ആ പ്രതീക്ഷകളൊക്കെ അള്ളാഹു അസ്തമിപ്പിച്ചു, ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഇല്ലാതാക്കാൻ. അച്ഛനും അമ്മയും മൂത്ത മകളും അമ്മയുടെ അനുജത്തിയും ഒക്കെ നോക്കി നിൽക്കേ അവരൊക്കെ വിലപിക്കുന്നുണ്ട്, പക്ഷെ കഴിയില്ല. പെട്രോളല്ലേ, വല്ലാതെ വന്ന് ഡീസലുമായിട്ട് കത്തുമ്പോ ഉണ്ടാവുന്ന തീയിന്റെ ആളല്ലോ ചെറുതല്ല. ആർക്കാണ് എടുക്കാൻ സാധിക്കുക? രക്ഷാപ്രവർത്തനം നിരച്ചുപോയി. എടുത്തപ്പോഴത്തേക്കും മരണപ്പെട്ടു പോയി. ഇത് ലോകത്ത് നടക്കുന്ന പ്രതിഭാസങ്ങളാണ്. ഇത് നമ്മുടെ കൺമുന്നിൽ തൊട്ടടുത്ത് നടന്ന സംഭവങ്ങളാണ്. ഇതുപോലെ പല സ്ഥലങ്ങളിലും പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വിപത്തുകൾ നടന്നിട്ട് എന്തേ നമ്മൾ ചിന്തിക്കാതെ പോയത്? നമ്മൾ എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? മരണത്തെ എന്തുകൊണ്ട് നമ്മുടെ കൺമുന്നിൽ കാണുന്നില്ല? നമ്മൾ എന്തുകൊണ്ടാണ് ഇപ്പോഴും സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്നത്? എന്ത് കണ്ടിട്ടാ സഹോദരങ്ങളെ നമ്മൾ ഈ അഹങ്കരിക്കുന്നത്? ഇതൊക്കെ നിലയ്ക്കും, ഇതൊക്കെ ഇല്ലാതാവും, ഏത് സെക്കൻഡിലെ നഷ്ടപ്പെട്ടു പോകും. ചിന്തിക്കൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.